ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട ബജിയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള ചായൻ്റെ കൂടെയൊക്കെ 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള മുട്ട ബജിയാണിത്. അപ്പോൾ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പ്രത്യേക ഫ്ലേവറുള്ള മുട്ട ബജിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 മുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് ഇതുപോലെ 4ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും അല്പം കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 4 വെളുത്തുള്ളി ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ ഉള്ള ബജിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുക. അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കലക്കിയെടുക്കാം. അപ്പോൾ ബാറ്ററിൽ വെള്ളം കൂടി പോകരുത് കേട്ടോ. അപ്പോൾ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. കുറച്ചൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. പിന്നെ ബജിയുടെ പുറംഭാഗം നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് ലൂസായി പോവാതെ കുറച്ചൊരു തിക്കായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ബജി പൊരിച്ചെടുക്കാൻ വേണ്ട ഓയിൽ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഓരോ മുട്ടയുടെ പീസും ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മുട്ടയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ മാവ് വെച്ചിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ കോരിയെടുത്തിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ കോരിയെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കോരിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിടിലൻ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്